കാശ് കൊടുത്താൽ കിട്ടും കേരളത്തിൽ ചങ്കും കരളും എന്തും. വൃക്ക വേണോ, കിഡ്നി വേണോ, ഒരാളുടെ ഏത് അവയവം വേണമെങ്കിലും കാശ് കൊടുത്താൽ കിട്ടും. ആ രീതിയിലേക്ക് കേരളത്തിൽ അവയവ മാഫിയകൾ, കച്ചവടങ്ങളൊക്കെ വൻതോതിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ കേരളത്തിൽ ഒരു ED റെയ്ഡ് നടക്കുന്നു എന്നാണ് വിവരം. അതായത് കേരളത്തിൽ എറണാകുളത്തടക്കമുള്ള പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം EDയുടെ റെയ്ഡ് നടക്കുന്നു. മാഫിയ പ്രവർത്തനങ്ങളെ തടയിടാൻ നോക്കുന്നു. ശരിക്കും ഇതൊരു നിസ്സാര കാര്യമല്ല. കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനൊക്കെ ഇപ്പം എന്താ വില? കച്ചവടം എന്ന് പ്രിയൻ പറഞ്ഞു സംസാരിക്കുമ്പോൾ ശരിയാണ്, കച്ചവടമാണ് നടക്കുന്നത്. നിയമാവലി പ്രത്യേകിച്ച് പറയുന്നുണ്ട്, കൊടുക്കുന്ന അവയവങ്ങൾക്ക് പ്രതിഫലമായിട്ട് 5 പൈസ പോലും സ്വീകരിക്കാൻ പാടില്ല. നിവൃത്തിയുണ്ടെങ്കിൽ രക്തബന്ധമുള്ള ആളുകൾ തമ്മിലേ പാടുള്ളൂ. അത് ഫോർ മെഡിക്കൽ റീസൺസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ റീസൺസ് എന്ന് പറയാം. അല്ല ഇനിയിപ്പോൾ നമുക്കൊരാളോട് ഒരു വിഷമം തോന്നി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ സങ്കടം തോന്നി, പലരും നമ്മൾ പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ പേപ്പറിലൊക്കെ പടവും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞു മാലാക്ക കുട്ടി, ആ കുട്ടിയുടെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ വരെ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ കുറിച്ചും ഗ്രാൻഡ് പേരൻസിനെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് പറയുകയുണ്ടായി അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴാണ് മറ്റൊരു വശത്ത് ഒരു കച്ചവടമായിട്ട്, മാഫിയ എന്ന് തന്നെ പറയണം. പലപ്പോഴും ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളെയാണ് ഇവർ പണം കൊടുത്ത് മേടിക്കുന്നത്. ഒരു കുടുംബത്തിൽ എന്തെങ്കിലും വലിയ സാമ്പത്തിക ദുരിതമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ തന്നെ ഒരു തീരാത്ത വ്യാധി ഉണ്ടാകും. ആ സമയത്താണ് ഈ ദല്ലാളന്മാർ കടന്നു ചെന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കൊടുക്കൂ, വൃക്ക കൊടുക്കൂ, അല്ലെങ്കിൽ വൃക്കയാണ് ഇതായിട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ കരൾ വരുന്നുണ്ട് ഇതായിട്ട്. പിന്നെ ഹാർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മരിച്ചു പോകുന്ന അവസ്ഥയിൽ അങ്ങനെ ഹാർട്ടൊരു മാഫിയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ആരും സ്വന്തം ജീവൻ കൊടുത്തിട്ട് ഇതാക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ആളുകളെ അപകടത്തിൽപ്പെടുത്തിയൊക്കെ അത് നമ്മളൊരു പ്രശസ്തമായൊരു ആശുപത്രിയെക്കുറിച്ച് കേട്ടല്ലോ, ഈ ക്ലിനിക്കലി ഡെഡ് ആക്കും, കോമയിലാക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അതെ, എക്സാക്ട്ലി അതാണ് കറക്റ്റായിട്ടുള്ളൊരു വാക്ക്. മസ്തിഷ്ക മരണം സംഭവിച്ചു. എന്തിനാണ് മകനെ അല്ലെങ്കിൽ മകളെയും ഭർത്താവിനെയും ഭാര്യയൊക്കെ നരകിപ്പിക്കുന്നത്, സഹോദരി. അപ്പം നമുക്കും ഒരു ട്രോമയിലാണ് അവർ കിടന്ന് അനുഭവിക്കുന്നത്. നമ്മൾ കാണാൻ ജീവച്ഛവം പോലെ കിടക്കുകയാണ്. പിന്നെ മാത്രമല്ല അതിനൊക്കെ ഒരു സാമ്പത്തികമായൊരു അവസ്ഥ കൂടെ ഉണ്ട്. ഇവർ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്തിനാണ് ഇവരെ ബുദ്ധിമുട്ടിക്കാൻ? ലെറ്റ് ദം ഗോ എന്നിങ്ങനെ നമ്മളുടെ മനസ്സിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുടുംബവും അതിന് വഴങ്ങും. ഒരു സൈഡിൽ പണം, മറ്റേ സൈഡിൽ ജീവൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പണത്തിൻ്റെ സൈഡ് വേണ്ട, നമുക്ക് പറ്റുന്നില്ല. പക്ഷേ ശരിക്കും നടക്കുന്നത് ഇദ്ദേഹത്തെ മരിപ്പിക്കുകയാണ്. അങ്ങനെയൊന്ന് തോന്നുകയാണെങ്കിൽ അത്രയൊക്കെ നമ്മുടെ കേരളത്തിൽ ഡോക്ടർമാർ എന്താണ് ഒരു സത്യമല്ലാത്ത രീതിയിൽ പെരുമാറുമോ എന്നും എനിക്ക് ശരിക്കും സംശയം തോന്നും. പക്ഷേ പണത്തിന് മീതെ കാക്കയും പറക്കൂല എന്നോ പരുന്തും പറക്കൂല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് വരുന്ന ഈ റിപ്പോർട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ കേൾക്കുന്ന പറവൂർ സൈഡിൽ നമ്മൾ കുറേ കേട്ടു. ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കുന്നുണ്ട് ഈ മസ്തിഷ്ക മരണം സംഭവിച്ച കാര്യങ്ങൾ. ശരിക്കും പറയുകയാണെങ്കിൽ കണ്ണിൻ്റെ ഇതെടുത്തിട്ട് അതിൻ്റെ പടലെന്താ പറയുക, അതെടുത്തിട്ട് കൊടുക്കുന്നതൊന്നും ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പക്ഷെ കേരളത്തിൽ അത് നന്നായി നടക്കുന്നില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഹാർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. പ്രിയൻ ഒരു കാര്യം നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു മാഫിയാന്ന് പ്രിയൻ പറഞ്ഞു. ഇത് ചെയ്യുന്ന ആശുപത്രിക്ക് എത്ര ലക്ഷം രൂപയാണ്? 50 ലക്ഷത്തിന് മുകളിലാണ് ഈ ശസ്ത്രക്രിയയ്ക്കുള്ള പ്രതിഫലം. അതായത് അവർ ഡോക്ടറുടെ ഫീസ്, അതുപോലെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണമല്ലോ, അതിനൊക്കെ ഒരു വിലയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മേടിച്ച് വയ്ക്കുമ്പോൾ ഇതുപോലെയുള്ള സർജറികൾ നടന്നില്ലെങ്കിൽ എങ്ങനെയാണ് പൈസ വസൂലാക്കുക? എക്യുപ്മെൻറ്റ്സ് വേണമല്ലോ, മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് വേണം. അതൊക്കെ മേടിച്ച് വെച്ചിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? അത് തുരുമ്പെടുത്ത് പോകില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ആശുപത്രി മുതലാളിയായിട്ട് പ്രിയനൊന്ന് ആലോചിച്ച് നോക്കൂ. ലാഭം തന്നെയാണ്, പൈസ തിരിച്ചു കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് ഈ ആശുപത്രി ഒരു ബിസിനസ്സായി മാറുന്നത്. ആ ബിസിനസ്സിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളെയാണ് ഈ പറഞ്ഞ മാഫിയക്കാർ മുതലാക്കുന്നത്. അപ്പോൾ ED എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ച് പേടിയിലിരിക്കുക. ED എന്ന് കേൾക്കുമ്പോഴേ കിടുകിടാന്ന് പറയും. നമ്മൾ ആശുപത്രികളുടെ പേരൊന്നും നമ്മൾ പറയുന്നില്ല. പല ആശുപത്രികളിലും നടക്കുന്നുണ്ട്. പല ആവശ്യക്കാർക്കും, അതായത് അതുകൊണ്ടൊരു നല്ല ഇതുണ്ടായിട്ട് രോഗികൾക്കും അതുകൊണ്ട് നല്ല ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ മാഫിയകൾ
സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. പാവപ്പെട്ട ഒരു അച്ഛൻ ഇങ്ങനെ കിടക്കുന്നു, അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മളുടെ മനസ്സാക്ഷിയെ അവർ ഇതാക്കുകയാണ്, അതിൽ കയറി കളിച്ചിട്ട് പൈസ പിടുങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് ആർക്കാണ് കൊടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത്രയും രൂപയുടെ ആവശ്യമുണ്ടോ? അല്ലേ? നേരെ പകുതി രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. മറ്റത് ആശുപത്രി മാനേജ്മെൻറ്റിന് കിട്ടുന്ന ലാഭമാണ്. ഈ കിട്ടുന്നത് പകുതിയിലധികം ഇങ്ങനെ നടക്കുന്ന കേസുകൾ നമ്മളൊരു ഇതെടുക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ പകുതിയിലധികവും പേപ്പറിൽ കൂടെയും ചാനലിൽ കൂടെയും ഒക്കെ പരസ്യം ചെയ്തിട്ടാണ് ഈ തുക കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? ഇതൊരു വലിയ മാഫിയ. ഇതുപോലെ ഞാൻ വായിച്ചതാണ്, ഇങ്ങനെ കൊടുത്തിട്ട് അവർക്ക് ഒരു 90 ലക്ഷം 1 കോടി രൂപയുടെ അടുത്തോട്ടേ വന്നേ. 3-4 കോടി രൂപ കളക്ട് ചെയ്തെന്ന്. ബാക്കി കോടി രൂപ എങ്ങോട്ടേക്ക് പോയി? ആശുപത്രിയിൽ തന്നെ പറയുന്നുണ്ട്, ഇന്ന ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്യൂ, ഇന്ന ചാരിറ്റി പ്രവർത്തകരെ കോൺടാക്റ്റ് ചെയ്യൂ, അവർ നിങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരുമെന്ന്. കാശ് റേസ് ചെയ്യാനായിട്ട്. ഞാൻ ഇതിൻ്റെ മാഫിയയുടെ കാര്യമല്ല പറയുന്നത്, ഓർഗൻ മാഫിയയുടെ കാര്യമല്ല പറയുന്നത്. ഇപ്പോൾ ഒരു ആശുപത്രിയിൽ 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപ ബുദ്ധിമുട്ടിൽ കിടക്കുകയാണെങ്കിൽ ആശുപത്രിയിൽ തന്നെ അതിനും ഏജൻസി ഉണ്ട്. നിങ്ങൾ ഇന്ന ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്യൂ, അവരുടെ ചാരിറ്റി സ്ഥാപനങ്ങൾ വഴി നിങ്ങൾക്ക് ഈ പൈസ കിട്ടും. നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണെങ്കിൽ പോലും നിങ്ങളത് കൊടുക്കണം. അതിനൊരു വ്യവസ്ഥയൊക്കെ വെച്ച് 30-60 അങ്ങനെയൊക്കെ വെച്ചിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് നമുക്ക് അറിവുള്ളതാണല്ലോ. അതെ. അപ്പോൾ ഈ കാര്യങ്ങൾ നല്ല നിലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പാവപ്പെട്ട ആൾക്കാർ ഒന്നും അറിയാണ്ടാണ്. ചിലപ്പോൾ നമ്മൾ തമാശയും കണ്ടിട്ടുണ്ട്, എന്താണ് ഈ വയറുവേദന എന്തെങ്കിലും ഒരു ചെറിയൊരു ഓപ്പറേഷൻ എന്നും പറഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മളൊരു കിഡ്നി ഉണ്ടാവില്ല, ഒരു വൃക്ക ഉണ്ടാവില്ല, വൃക്കയും കിഡ്നി ഒന്ന് തന്നെയാണല്ലോ അല്ലേ, കരളിൻ്റെ ഇതുണ്ടാവില്ല. അപ്പോൾ ഫുൾ സ്കാൻ ചെയ്തിട്ട് വേണം കയറാൻ എന്നൊക്കെ തമാശയ്ക്ക് നമ്മളിങ്ങനെ ഓരോ ഇതിൽ ട്രോളിൽ കണ്ടുപോകുന്നുണ്ട്. എല്ലാം സ്കാൻ ചെയ്ത് തിരിച്ചിറങ്ങി വരുമ്പോഴും ആ ആദ്യത്തെ സ്കാൻ പ്രകാരമുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ എന്ന് ഉറപ്പാക്കണം എന്നൊക്കെ ട്രോളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്നില്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് കേരളമാണ്. പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊന്നും കൊടുക്കാഞ്ഞിട്ടാണോ? അവിടെ കിട്ടാഞ്ഞിട്ടാണോ? അവർക്കൊക്കെ എല്ലാം ഇൻഷുറൻസ് കവേർഡുമാണ്. പല വിദേശ രാജ്യങ്ങളിലും എല്ലാ ചികിത്സകളും ഇൻഷുറൻസിൽ ഫുള്ളി കവേർഡാണ്. ഇവിടെ വന്ന് കൈ തോന്നുന്ന പോലത്തെ രൂപ അങ്ങോട്ട് എണ്ണി പറയണം. ഡോക്ടർ പറയുന്ന അങ്ങേർക്ക് തോന്നുന്ന പൈസ നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ ആശുപത്രി പറയുന്ന പൈസ കൊടുക്കണം. എന്നിട്ടും ജനങ്ങൾ ഇവിടെ കേരളത്തിൽ വന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിന് പുറകിലൊരു മാഫിയ ഉണ്ട്. ഇപ്പോൾ മെഡിക്കൽ ടൂറിസം എന്നൊക്കെ പറയുന്നു. മെഡിക്കൽ ടൂറിസം എന്താണ്? അതും ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ വന്നാൽ അവയവവും കിട്ടും, ഓപ്പറേഷനും കിട്ടും, നല്ല മെഡിക്കൽ കെയർ ആണ്. നഴ്സുമാരൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല നഴ്സിംഗ് കെയർ ഇന്ത്യയിലെ നഴ്സുമാരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഈ നെതർലാൻഡ്സ്, UK, എല്ലാ സ്ഥലത്തും. ഇപ്പോൾ അമേരിക്ക എവിടെയാണെങ്കിലും നമ്മുടെ നഴ്സുമാർക്ക് അതിൻ്റേതായ ഒരു പവിത്രതയിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്നതിനെക്കാട്ടിലും വളരെ ലാഭത്തിൽ ഇവിടെ ചെയ്യാം, ഒപ്പം ഫ്രീ ആയിട്ട് ഓർഗനും കിട്ടും. അതെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ കണക്കുകൾ 2025 അവയവദാനത്തിന്റെ കണക്ക് 21 അവയവദാനം നടന്നു എന്നാണ്. അപ്പോൾ 21 പേർക്ക് ഈ പറയുന്ന ട്രാൻസ്പ്ലാന്റേഷൻ അവയവങ്ങളുടെ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് അതല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. ഈ പറയുന്ന ലക്ഷറി ഹോസ്പിറ്റലുകൾ ഇവിടെ ഉണ്ട്. എറണാകുളത്ത് തന്നെ നമുക്ക് ഒറ്റ അടിക്ക് നമുക്ക് 10 പേരുകൾ, എനിക്ക് തന്നെ 10 ആശുപത്രികളുടെ പേര് പറയാൻ പറ്റും. ഇവിടുത്തെ ലക്ഷറി ഹോസ്പിറ്റൽ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് സജ്ജമായിട്ടിരിക്കുന്ന കോഴിക്കോടുണ്ടല്ലോ, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, തൃശ്ശൂരുണ്ട്, കോട്ടയത്തുണ്ട്. അപ്പൊ ഇത്രയും വലിയ ആശുപത്രികളിൽ 21 എണ്ണം ഈ സംസ്ഥാനത്ത് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളും വെച്ചിരിക്കുന്നത്. അല്ല പ്രിയൻ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രിയൻ പറഞ്ഞ കണക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ട കണക്ക് എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ കുഞ്ഞു മാലാഖയുടെയൊക്കെ പോലത്തെ ജനങ്ങൾ അറിഞ്ഞ് പബ്ലിക്കായിട്ട് നടക്കുന്ന അവയവ മാറ്റ ശസ്ത്രക്രിയയുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അതല്ലാണ്ട് സാധാരണഗതിയിൽ ഒരു നടക്കുന്ന കരള്, കിഡ്നി അങ്ങനെയുള്ളതൊന്നും ഇതിൽ വരുന്നില്ല. നമ്മൾ കാണുന്ന ഇങ്ങനെ ഓടുന്നു, ബാഗുമായിട്ട് ഓടുന്നു, വന്ന് പോലീസ് ഇതാക്കുന്നു, അവിടുത്തെ സൂപ്രണ്ട് ഇറങ്ങി വരുന്നു, ഭയങ്കര അങ്ങനത്തെ ആയിരിക്കും. അത് തന്നെ നമ്മൾ 25 എണ്ണം കഴിഞ്ഞ ഇയറിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ട് 4 മണിക്കൂറിൽ 3 മണിക്കൂറിൽ പറന്നെത്തുന്നു, ആംബുലൻസ് ഡ്രൈവറെ ഇന്റർവ്യൂ ചെയ്യുന്നു, ഹെലികോപ്റ്റർ. അതൊക്കെയാണ് ഇപ്പോൾ പ്രിയൻ പറഞ്ഞത്. അതല്ലാണ്ട് സാധാരണഗതിയിൽ ഇപ്പോൾ വൃക്കമാറ്റ ശസ്ത്രക്രിയയൊക്കെ സാധാരണയായിട്ട് എല്ലാ ആശുപത്രിയിലും നടക്കുന്നതാണ്. അപ്പൊ അതൊക്കെ ശരിക്കും ഈ പറയുന്ന ശരിയായ രീതിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് ആൾക്കാരെ ചൂഷണം ചെയ്യാതെയാണ് നടക്കുന്നതെന്ന് എന്തുറപ്പ്?
പ്രിയന് നിർബന്ധമുണ്ട് അവിടെ മേടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ തുരുമ്പെടുത്ത് പോകണമെന്ന്? ഇല്ല, പക്ഷെ മനുഷ്യത്വം നിലനിൽക്കണ്ടേ? അല്ല, മനുഷ്യത്വം എന്ന് പറയുകയാണെങ്കിൽ പ്രിയന് അതിനൊരു മറ്റേ വശമുണ്ട്. അവർ ആവശ്യക്കാരാണ് കൊടുക്കുന്നത്. 35 ലക്ഷം രൂപ, 40 ലക്ഷം രൂപ, അതും ഈ ഇടയ്ക്ക് ഒരു വലിയൊരു സ്കാം പോലെ വന്നിരുന്നു. 40 ലക്ഷം മേടിച്ചിട്ട് ആ സ്ത്രീക്ക് കൊടുത്ത സ്ത്രീക്ക് 18 ലക്ഷം 15 ലക്ഷം രൂപയായിട്ട് കിട്ടില്ല. ഇടനിലക്കാരൻ ബാക്കി രൂപ എടുത്തു, അവർക്ക് പറഞ്ഞ തുക കിട്ടിയില്ല എന്നോ, അതോ അവർ പിന്നെ മനസ്സിലാക്കി ഇത്ര രൂപയ്ക്കാണ് താൻ തൻ്റെ വൃക്ക വെറ്റതെന്നും ഒക്കെ മനസ്സിലാക്കിയെന്നും പറഞ്ഞൊരു ഈ സ്റ്റോറി നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ എറണാകുളത്തിനടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്തു നിന്നാണ് അത്, ഞാൻ പേര് പറയുന്നില്ല. അത് അവർ വന്ന് പറഞ്ഞതാണ്, മീഡിയയിൽ വന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിന് 2 വശമുണ്ട്. ഇങ്ങനെയുള്ളതൊരു മാഫിയുണ്ട്. ഇപ്പോൾ ഇവർക്ക് വെറുതെ ആരുടെയെങ്കിലും പ്രിയൻ്റെ വൃക്ക കൊണ്ട് ഞാൻ 20 ലക്ഷം രൂപ ഉണ്ടാക്കി, 35 ലക്ഷം രൂപ അല്ലെങ്കിൽ 40 ലക്ഷം രൂപ എന്നും പറഞ്ഞ് ആ ഫാമിലിയുടെ അടുത്ത് മേടിച്ചു, താങ്കൾക്ക് ഞാനൊരു 15 രൂപ തന്നു, എനിക്കെന്താ ഒന്ന് നിങ്ങളൊരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തണം, പ്രിയൻ വെറുതെ ഇരിക്കുന്ന വൃക്കയല്ലേ, അതൊന്ന് കൊടുക്കൂ, നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും, എന്നാൽ അവരുടെ കുടുംബവും രക്ഷപ്പെടും. അതിനിടയ്ക്ക് എനിക്ക് കിട്ടുന്ന മിഡിൽ മാന് കിട്ടുന്നതിനെക്കുറിച്ച് സംസാരം വരുന്നത് നല്ല ദൈവികമായിട്ടൊക്കെയാണ് വന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അറിഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടല്ലോ പൈസയ്ക്ക്, സോ വൈ ഡോണ്ട് യു ഡൂ ദിസ് എന്നും പറഞ്ഞ് വന്ന് ചെയ്യുന്നതും ഉണ്ടാവും. എങ്ങനെയാണെങ്കിലും ഇതൊരു മാഫിയയാണ്. ആ മാഫിയയെക്കുറിച്ച് വ്യക്തമായ അറിവ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. ED മുന്നോട്ട് വന്നിരിക്കുന്നു. ഇനി ആളുകളെ പറ്റിക്കരുത്. നിയമങ്ങളുണ്ട്, നിയമങ്ങളായി തന്നെ നിലനിൽക്കണം. അത് അങ്ങനെ തന്നെ പരിരക്ഷിക്കപ്പെടണം. ആവശ്യക്കാർക്ക് ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കട്ടെ. ഫ്രീ ആയിട്ട് കൊടുത്ത പലരും ഉണ്ട്. ഒരു ഫാദർക്ക് കൊടുത്തിട്ടുണ്ട്, ചിറ്റിലപ്പള്ളി ചിറ്റിലപ്പള്ളി. അതെ, അത് ഒരു ഫാദർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലരും കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അല്ലാണ്ട് ഇങ്ങനെയുള്ള മാഫിയകളെ നമ്മൾ അപ്പം തന്നെ കേർബ് ചെയ്യണം. നമ്മൾ അവിടെ വെച്ച് അതിന് ഫുൾ സ്റ്റോപ്പ്. ഏറ്റവും നല്ലൊരു മരുന്നാണ്. എല്ലാവർക്കും പേടിച്ചിരിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി കൊടുക്കാമെന്ന് വെച്ചിരിക്കുന്നവർ പോലും 1-2 വട്ടം ആലോചിക്കും നമ്മൾ എന്ത് കുടുക്കിലേക്കാണ് പോകുന്നതെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.